ദ കേസ് ഡയറി ഓഗസ്റ്റ് 21 തിയേറ്ററുകളിൽ എത്തുകയാണ്. നിരവധി താരങ്ങൾ ഉള്ള ഒരു സിനിമയാണ്. അതിൽ പകുതി പേര് ഇവിടെ എത്തിയിട്ടില്ല. അഷ്കർ നായകനായി എത്തുന്ന ചിത്രം, കിച്ചു ടെല്ലസ്, ഗോകുലൻ, നീരജ, പിന്നെ എൻ്റെ തിരക്കഥയൊരുക്കിയ സന്തോഷ് സാറുണ്ട്. നമുക്ക് ആദ്യം സുകുമാർ സാറിൽ നിന്ന് തുടങ്ങാം. ദ വെരി സീനിയർ, ഞങ്ങളുടെ എല്ലാം ഒരു ഗുരുതുല്യനാണ് സാർ. എങ്ങനെയാണ് ഈ ചിത്രം തുടങ്ങിയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് മറ്റ് താരങ്ങളിലേക്കൊക്കെ പോവാം. ഹലോ. എല്ലാ സിനിമയും പോലെ തന്നെയാണ് ഇതും തുടങ്ങിയത്. പക്ഷേ വ്യത്യാസം സിനിമയിലെ എൻഡ് പ്രോഡക്റ്റിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത് ദിലീപും പിന്നെ ഇതിൻ്റെ സ്റ്റോറി വിവേക് ഷായിം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് അവർ വന്നിട്ട് ഇങ്ങനെ നറേറ്റ് ചെയ്തു. കേട്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പിന്നെ സന്തോഷമാണ്, AK സന്തോഷമാണ് സ്ക്രീൻ പ്ലേ എന്നുകൂടെ കേട്ടപ്പോൾ കൂടുതൽ സന്തോഷമായി. അപ്പോൾ അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഹോൾസം എൻ്റർടൈൻമെൻറ്റ് ഫിലിമാണിത് എന്ന വിശ്വാസത്തോടെയാണ്, ഉറച്ച വിശ്വാസത്തോടെ തന്നെയാണ് ഞാൻ ഇതിലേക്ക് കയറിയതും അവസാനം അങ്ങനെ തന്നെ വന്ന് ഭവിച്ചിട്ടുണ്ടെന്നും തന്നെയാണ് വിശ്വസിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്നില്ല മാധ്യമപ്രവർത്തകർക്കും നമസ്കാരം. ഈ പടം നിർമ്മിക്കുന്നത് ബെൻസി പ്രൊഡക്ഷനാണ്. നാസർ ബസാർ, ആദ്യം അവർക്ക് നന്ദി പറയുന്നു. ഇതൊരു ദി കേസ് ഡയറി പടത്തിൻ്റെ പേര്. ഈ പടം ഒരു ത്രില്ലർ മൂവിയാണ്. പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന എല്ലാ എലമെൻറ്റുകളും ഇതിലുണ്ട്. ഫാമിലി ഉണ്ട്, കോളേജ് ഉണ്ട്, എല്ലാം അടങ്ങിയതാണ് ഈ സിനിമ. ഞാനിപ്പോൾ വന്നുള്ള ഞാൻ അത്രയും ഇതായി. അപ്പോൾ പടം നല്ലൊരു പടമാണ്. അപ്പം എല്ലാവരും കാണാൻ വിജയിപ്പിക്കുക. എനിക്കധികം പറയല്ല, എല്ലാവരും പടം കാണാം. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന പടമാണ്. അപ്പോൾ പടം കണ്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എല്ലാവരും പ്രേക്ഷകരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതാണ്. ഞാൻ അടുത്തത് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സന്തോഷം. നമസ്കാരം. ബെൻസി പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ എഴുതുന്ന രണ്ടാമത്തെ ചിത്രമാണിത്. അസ്കറാണ് നായകൻ. അസ്കറിനെ വെച്ചാണ് ഈ ചിത്രം ചെയ്യേണ്ടത് എന്ന് പ്രീ പ്ലാൻഡ് ആയിരുന്നു. അതുകൊണ്ട് നമുക്കൊരു നായകൻ ആര് എന്ന് മുമ്പിലുള്ളത് കൊണ്ട് ഒരു കമേഴ്ഷ്യൽ ചിത്രം എന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ എളുപ്പമായിരുന്നു എനിക്ക് ആസാറായിട്ട്. ഒരു പോലീസ് സബ്ജക്റ്റാണിത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കഥയും തിരക്കഥയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. എൻ്റെ മുൻ ചിത്രങ്ങളെ പോലെ അതിലൊരു ഔട്ട് ആൻഡ് ഔട്ട് പോലീസ് അല്ലെങ്കിലും അതിൽ ഫാമിലി ഉണ്ട്, റൊമാൻസ് ഉണ്ട്. കാലികമായി പറയാൻ ശ്രമിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 21-ാം തീയതി പടം റിലീസ് ചെയ്യുന്നു. നിങ്ങളുടെ സപ്പോർട്ട് മാധ്യമങ്ങളിലൂടെ ഈ പടത്തെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും സപ്പോർട്ടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. ഈ ബെൻസി പ്രൊഡക്ഷൻ്റെ എൻ്റെ ഫസ്റ്റ് സിനിമയാണ്. ഇതിനു മുന്നേ ഞാൻ രക്ഷാധികാരി ബൈജു, പ്രേമസൂത്രം, ഗ്യാമ്പിനൂസ് അങ്ങനെ കുറച്ച് മൂവീസിൻ്റെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഈ 21-ാം തീയതി മൂവി റിലീസാവാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാനിതിൽ രാഹുൽ മാധവിൻ്റെ പെയറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം മെയിനായിട്ട് പറയാനുള്ളത് എല്ലാവരും 21-ാം തീയതി സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെ. നമ്മളൊക്കെ വളർന്നു വരുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം. ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ കൂടെയുള്ള എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. ഈ സിനിമയിൽ സിനിമയുടെ ഒരു
പ്രധാന ഭാഗത്ത് സിനിമയിലെ നായകൻ അഷ്കർ ചെയ്യുന്ന കഥാപാത്രത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സഹായിക്കുന്ന ഒരു പോലീസുകാരനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. എല്ലാവരും പറഞ്ഞ പോലെ 21-ാം തീയതി സിനിമ റിലീസാവുകയാണ്. നിങ്ങളെല്ലാവരും സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പടം റിലീസാവുകയാണ് 21-ാം തീയതി. അപ്പോൾ പടം കാണുക, നല്ല അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ഒരുപാട് സന്തോഷം സുഖേൻ്റെ കൂടെ സാഞ്ചേൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ, സന്തോഷേൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ. അപ്പോൾ ഇനിയും നല്ല പടങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിന് തന്നെ നിങ്ങളോട് നന്ദി പറയുന്നു. റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, എന്തായാലും നമ്മുടെ പടം എല്ലാവരും പോയി കണ്ട് തിയേറ്ററിൽ വിജയിപ്പിക്കുക. 21-ാം തീയതി റിലീസാണ്. ബാക്കിയെല്ലാം പടത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ എല്ലാവരും പറയുന്നുണ്ടാവും. അപ്പം ആദ്യമായിട്ട് ഒരുപാട് പടങ്ങളൊന്നും ചെയ്തിട്ടില്ല, എന്തായാലും ചെയ്ത പടങ്ങളിലൊരു നെഗറ്റീവ് ഷെയ്ഡ് ആദ്യമായിട്ട് ചെയ്യുന്നൊരു ചിത്രമാണത്. അതാണ് ക്യാരക്ടറിൻ്റെ ഇത്, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം. ഓക്കെ, താങ്ക് യു. ഹായ്, ഞാൻ അബിൻ എന്നാണ് എൻ്റെ പേര്. ഞാൻ ഫസ്റ്റായിട്ട് ത്രൂ ഔട്ടായിട്ട് ഒരു പടം ചെയ്യുന്നതാണിത്. അപ്പോൾ അത് ഈ വരുന്ന 21-ാം തീയതി റിലീസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് പടം വിജയിപ്പിക്കണമെന്ന് വിശ്വസിക്കുന്നു. കേൾക്കുമ്പോഴേ അറിയാം നമുക്കിതൊരു ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് ദ കേസ് ഡയറി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആക്ച്വലി ഈ ചിത്രം, പിന്നെ എന്താണ് നമ്മൾ പോസ്റ്ററിലൊക്കെ അഷ്കറിനെ കണ്ടു, എല്ലാ താരങ്ങളെയൊക്കെ കണ്ടു, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നമ്മളോടൊന്ന് ഡിസ്ക്രൈബ് ചെയ്തിടണം. അതിനുശേഷം പ്രസ് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അഷ്കർ, ദിസ് ഈസ് യുവർ ചാൻസ്. ആദ്യം തന്നെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഞങ്ങളുടെ നന്ദി. ഞങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളെല്ലാവരും വന്നതിൽ പിന്നെ ചെറിയൊരു സോറി, നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യിപ്പിച്ചത്. ഞങ്ങളുടെ കേസ് ഡയറി എന്ന് പറഞ്ഞ സിനിമ ആക്ഷൻ മൂവിയാണ്. അതിലൊരു ക്രൈമുണ്ട്, അതിലൊരു കുറ്റാന്വേഷണമുണ്ട്, അതിൽ സാറ് പറഞ്ഞ പോലെ റൊമാൻസ് ഉണ്ട്, ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂഡുണ്ട്, ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറയുന്നുണ്ട്. അപ്പോൾ ഈ എലമെൻ്റ് എല്ലാം ചേർത്ത് പിടിച്ചിട്ടാണ് എനിക്ക് എൻ്റെ പോലീസ് കഥാപാത്രത്തിൻ്റെ പേര് ക്രിസ്റ്റി സാം എന്നാണ്. ഈ ക്രിസ്റ്റി സാം ഇവരിലൂടെ എല്ലാം സഞ്ചരിച്ച് പോയി ക്ലൈമാക്സിൽ എത്തുന്നതാണ് ആ ഇൻവെസ്റ്റിഗേഷൻ ഫിനിഷ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ എലമെൻറ്റ്. കൂടുതലൊന്നും നമുക്ക് സിനിമയെപ്പറ്റി പറയാൻ പറ്റത്തില്ല, കാരണം സസ്പെൻസ് ഇൻവെസ്റ്റിഗേഷൻ മൂവി ആയതുകൊണ്ട്, ക്രൈം ത്രില്ലറല്ലേ. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് തിയേറ്ററിൽ തന്നെ നിങ്ങളെല്ലാവരും 21-ാം തീയതി വന്ന് കാണുക, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മാധ്യമപ്രവർത്തകരെ നിങ്ങൾ തന്നെ മീഡിയ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക, തിയേറ്ററിൽ എത്താൻ അവർക്കൊരു പ്രചോദനം കൊടുക്കുക. നല്ല നല്ല മൂവികൾ ഇനിയും വരട്ടെ, നമ്മുടെ മൂവികൾ പോലെ. പിന്നെ അതുപോലെ ബെൻസി പ്രൊഡക്ഷൻ്റെ 3ാമത്തെ മൂവിയാണ് ഞാൻ അഭിനയിക്കുന്നത്. അതിന് എനിക്ക് അവസരം തന്ന എൻ്റെ പ്രൊഡ്യൂസർ ബെൻസി നാസർ സാറിനോട് ഒരുപാട് നന്ദി പറയുന്നു. അപ്പം എനിക്കിങ്ങനെ ക്രിസ്റ്റി സാം എന്ന് പറഞ്ഞൊരു കഥാപാത്രം എഴുതി തന്ന ആ കഥാപാത്രം തന്ന AK സന്തോഷ് സാറിനോട് ഒരുപാട് നന്ദി. എൻ്റെ ഡയറക്ടർ ദിലീപ് സാർ, അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു. പിന്നെ P. സുമാർ സാർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ ക്യാരക്ടറിന് വേണ്ടി. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ കൂടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും, കിച്ചു ടെല്ലസാനൽ, അമീർ നിയാസ്, ഗോകുൽ, അബി, ഞാൻ നായിക നിരഞ്ജന. പിന്നെ ഞാൻ എൻ്റെ ഇടറണം സന്തോഷം കൊണ്ടാണ് ഭയങ്കര തൊണ്ടയിടർച്ച. അപ്പോൾ ഒരുപാട് സന്തോഷം. മറ്റന്നാൾ സിനിമ റിലീസാണ്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ടെൻഷനും ഒക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും അതിൻ്റെ ഒരു പുറകെ ഓട്ടത്തിലാണ്, യാത്രയിലാണ്. താങ്ക് യു. ബാലയുടെ ക്യാരക്ടർ ഡയറക്ടർ പറയും. ഈ സിനിമയിൽ ബാലയുണ്ട്, റിയാസ് ഖാൻ, പിന്നെ ഏറ്റവും എടുത്തു പറയാനുള്ളത് വിജയരാഘവൻ സാർ, പിന്നെ സാഷ്യ അഗവർ, അത് ചെന്നൈയിൽ നിന്ന് ഒരു ഹീറോയിൻ നമ്മുടെ. പിന്നെയും ചെറിയ ബിജുകുട്ടൻ, അങ്ങനെ നിരവധി ആൾക്കാരുകളുണ്ട് ഇതിൽ. അപ്പം അവർക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല പടത്തിൽ. അവനെ റിയാസ് ഖാൻ പറഞ്ഞു. പിന്നെ ഈ സിനിമ ശരിക്കും 2 ഘട്ടങ്ങളായിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. 2 ഘട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ പടം 2ാമത് ഷൂട്ട് ചെയ്തത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാലങ്ങളുണ്ട്. അപ്പം അതിൻ്റെ വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് 2ാമത്തെ കാലം
നമ്മൾ ഷൂട്ട് ചെയ്തത്. അങ്ങനെയാണ് ഇതിൻ്റെ സിനിമയുടെ ഒരു രീതിയിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് ഇറക്കി എത്തിച്ചത്. അപ്പോൾ നല്ല റിസ്ക് എടുത്തിട്ടാണ് ഈ സിനിമ നമ്മൾ ഇവിടെ വരെ എത്തിച്ചത്. പിന്നെ സ്റ്റോറി കുറച്ചുകൂടി പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ കൊടുക്കട്ടെ, ഞാൻ ചെറുതായിട്ട് അല്ല, ഇത് ബേസിക്കലി പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇതിൻ്റെ ഒരു എപ്പോഴും സംവിധായകനേക്കാളും എഴുത്തുകാരനേക്കാളും മുന്നേ കയറി ചിന്തിച്ചു ഓടുന്നവരാണ് പ്രേക്ഷകർ. അപ്പം എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ആവേശം മൂത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു എന്തായാലും ഒരു ക്രൈം ആൻഡ് പോലീസ്, കള്ളനും പോലീസ് തന്നെയാണ് കഥ. അത് പറയുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ട് പറഞ്ഞു എന്ന് തോന്നുന്നു. പ്രേക്ഷകരാണ് എന്തായാലും അവസാന വിധി എഴുതേണ്ടത്. അസ്കറിൻ്റെ ഞാനുമായിട്ട് ചെയ്യുന്നവരാണ്. കാരണം മമ്മൂക്കയായിട്ട് ഞാൻ പടം ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ തൊട്ട് താഴെയുള്ള അനിയൻ ഇബ്രാഹിം കുട്ടിയെ വില്ലനാക്കി ഷാർജ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇബ്രാഹിം കുട്ടിയുടെ മകൻ മക്ബൂൽ സൽമാൻ അഭിനയിച്ച അസുറീയത്തിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ആ കുടുംബത്തിൽ നിന്ന് അസ്കർ, മമ്മൂക്കയുടെ പെങ്ങളുടെ മകൻ അസ്കർ വൺസ് അഗെയിൻ വീണ്ടും രണ്ടാമത്തെ പടം DNA ആയിരുന്നു. അത് രണ്ടാമത്തെ പടം ക്രൈം കേസ് ഡയറി. ഇനി ഒന്ന് പഠിച്ചാൽ മൂന്നെന്നാണ്, രണ്ടെണ്ണമായിട്ടുണ്ട്. ഇനി ഒരെണ്ണം ചിലപ്പോൾ സംഭവിക്കട്ടെ. പിന്നെ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ഞാൻ പറയാം. വിജയരാഘവൻ്റെ ക്യാരക്ടർ റിട്ടയർഡ് SP ആണ്. നമ്മൾ ഒരുപാട് ഫാദർ സൺ ബോണ്ടിങ്, പലതരത്തിലുള്ള ബന്ധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊരു അച്ഛൻ മകൻ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ അതൊക്കെ മേലെ എന്ന് പറയുന്ന ഒരു ബന്ധം ഈ അച്ഛനും മകനും തമ്മിലുണ്ട്. അസ്കറിൻ്റെ ഫാദറായിട്ടാണ് കുട്ടേട്ടൻ അഭിനയിക്കുന്നത്. വേറെ എന്തെങ്കിലും? സാക്ഷി അസ്കറിൻ്റെ ഹീറോയിനാണ്, ഡോക്ടറാണ്. അതും ഒരു ആക്സിഡൻ്റൽ റൊമാൻസ് ആണ് സംഭവിക്കുന്നത് അദ്ദേഹമായിട്ട്. അതൊരു പാരലൽ ട്രാക്ക് പോകുന്നുണ്ട്, ഗാനങ്ങളുണ്ട്. അത്രേ ഉള്ളൂ. ഞാൻ അതിൻ്റെ സുസാറിന് ഞാൻ ഒന്നുകൂടി കൊടുക്കാം. എനിക്ക് ഞാൻ എന്താ പറയുന്നത്, ഇതൊരു ആക്ഷൻ ഓറിയൻറ്റഡ് മൂവി എന്ന് പറയാം. കാരണം നിറയെ ഫൈറ്റ് സീക്വൻസ്, ആക്ഷൻ സീക്വൻസ് ഉണ്ട്. സോങ്സ് നല്ല സോങ്സ് ഉണ്ട്, 4-5 പിന്നെ സാക്ഷി പറഞ്ഞപ്പോൾ സാക്ഷിയുടെ ഒരു ഫൈറ്റ് ഉണ്ട്, ഒരു ഹൈലൈറ്റ് ഫൈറ്റാണ്. അല്ല, ഒരു ലേഡി ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്, ഐ മീൻ ഷീ ഈസ് ഡൺ ഇറ്റ് ബ്യൂട്ടിഫുള്ളി. നല്ല വെൽ ട്രെയിൻഡ് ആണ് അവർ. അതുകൊണ്ട് തന്നെ ആ ആക്ഷൻ സീക്വൻസ് അസ്കർ തന്നെ പലപ്പോഴും പേടിച്ചു പോയിട്ടുണ്ട്. അല്ല, അസ്കറും മനോഹരമായി ചെയ്തിട്ടുണ്ട് ആക്ഷൻ സീക്വൻസ് ഒക്കെ. അസ്കർ, രാഹുൽ മാധവ് എല്ലാവരും നന്നായിട്ട് അവരുടെ ഭാഗം, ഇവർ കൗണ്ടർ പാർട്സ് ആണ്, ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നത് നമ്മുടെ രാഹുൽ മാധവനാണ്. അദ്ദേഹം എത്തിപ്പെട്ടില്ല, അദ്ദേഹം ഷൂട്ടിലാണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ റിയാസ് ഖാനിക, ഇതെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട്. ഞങ്ങളെല്ലാവരും ഒരു സഹോദരന്മാരെ പോലെയും സഹോദരിമാരെ പോലെയും ഒരു ക്രൂ മെമ്പേഴ്സ്, ആ ഒരു സ്നേഹബന്ധം എല്ലാവരിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ നല്ല റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. ഞാൻ പോലീസ് ഓഫീസറായിട്ട് ഫസ്റ്റ് ചെയ്യുന്നൊരു മൂവിയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. എന്നേക്കാൾ മുമ്പ് പോലീസ് വേഷം ചെയ്ത കിച്ചു, ഗോകുൽജി, അമീർ ചെയ്തിട്ടുണ്ടോ പോലീസ്? പോലീസ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇവരെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. നല്ല രീതിയിൽ തന്നെയാണ്. രാഹുൽ ചെയ്തിട്ടില്ലേ? രാഹുൽ മാധവ് ചെയ്തിട്ടുണ്ട്. മിക്കവരും റിയാസ് ഖാനിക്കാർ പോലീസ് ഓഫീസർ ചെയ്തു. എൻ്റെ ഫസ്റ്റ് ഒരു പോലീസ് മൂവിയാണ്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കൂടുതലൊന്നും പറയാനില്ല എന്ന് വിചാരിക്കുന്നു. മറ്റന്നാൾ സിനിമ റിലീസാണ്. അതിൻ്റെ ഒരു ടെൻഷനും പേടിയിലുമാണ് ഞങ്ങൾ. My
ബന്ധപ്പെട്ടല്ല. അതായത് ഈ മമ്മൂട്ടിയുടെ മമ്മൂക്കയുടെ ആരോഗ്യം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരുന്നു എന്നൊരു സന്തോഷകരമായ വാർത്ത വരികയും അത് ചലച്ചിത്ര ലോകം ആകെ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്താണ് അസ്കറിനോടാണ് അതിൽ കൂടുതൽ എന്തെങ്കിലും അസ്കറിന് പറയാൻ കഴിയും? ഹലോ. അപ്പോൾ ചോദിച്ച് മാംസിയെ പറ്റിയല്ലോ. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് തന്നെയാണ് ഇരിക്കുന്നതും ഇപ്പോഴും. ചെറിയൊരു റെസ്റ്റ് എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം കുറച്ച് നാൾ ഒന്ന് റെസ്റ്റ് എടുത്ത് പുതിയ രൂപത്തിൽ വരാൻ വേണ്ടി ഒന്ന് മാറി നിൽക്കുകയായിരുന്നു. അപ്പം അദ്ദേഹം അതിൻ്റെ ന്യൂസ് ഞാൻ ഇന്ന് അദ്ദേഹം വരുന്നു, അടുത്ത മാസം വരുന്നു എന്ന് പറഞ്ഞു. എന്നോട് കഴിഞ്ഞ മാധ്യമ പ്രവർത്തകർ പലരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്, ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ പ്രേക്ഷകരും എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടിരിക്കുകയാണ്. അദ്ദേഹം സെപ്റ്റംബർ 7 പിറന്നാളാണ്. അതിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ വരുമെന്ന് പറയരുത്. വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ കുടുംബം ആഗ്രഹിക്കുന്നു. അടുത്ത മാസം എന്തായാലും വരും. ആ വരവൊരു വലിയ വരവായിരിക്കും. എല്ലാവർക്കും അറിയാം. ആ ഒരു വരവിന് വേണ്ടി ഏത് ഗെറ്റപ്പിലാണ് വരുന്നതെന്നും പ്രതീക്ഷിച്ച് ഞങ്ങൾ എല്ലാവരും, സിനിമാ ലോകവും പ്രേക്ഷകരും നിങ്ങളെപ്പോലെ മാധ്യമപ്രവർത്തകരെ പോലെ എല്ലാവരും, ഞങ്ങളുടെ കുടുംബവും കാത്തിരിക്കുകയാണ്. പുള്ളി സന്തോഷമായിരിക്കുന്നു, ഹാപ്പി ആയിരിക്കുന്നു. ആ കേസ് ഡയറി കുടുംബവും ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു, ഞങ്ങളുടെ ടീം മൊത്തം. നീ അദ്ദേഹത്തിന്റെ മാനറിസം എന്ന് പറഞ്ഞാൽ, ഞാൻ കുട്ടിക്കാലം തൊട്ട് അദ്ദേഹത്തെ കണ്ടു വളർന്ന ഒരാളാണ്. കുട്ടിക്കാലം തൊട്ട് അദ്ദേഹത്തിന്റെ സിനിമകളാണ് ഞാൻ ആദ്യമായിട്ട് പോലീസ് വേഷത്തിൽ കണ്ടത്. അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ കാണിക്കാനും പറ്റില്ല. നമ്മുടെ കഥാപാത്രം എന്താണ്, അത് ചെയ്തു. ക്രിസ്റ്റി സാം എന്നുള്ള കഥാപാത്രമാണ്. അല്ലാതെ സിനിമ ഇൻസ്പയർ ആണ്. അദ്ദേഹം ആർക്കും ഇൻസ്പയർ അല്ലാത്തത്, എല്ലാവർക്കും ഇൻസ്പയർ അല്ലേ. അത് കുടുംബത്തിലുള്ള എനിക്ക് കൂടുതൽ ഇൻസ്പയർ ഉണ്ട്. ഞാൻ പുള്ളിയുടെ ഫാൻ ബോയ് ആണ് എന്തായാലും. അത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും മറ്റ് സൂപ്പർ സ്റ്റാറുകളുടെ ഫാനായത്. ഈ സിനിമയുടെ DNA ഇത് ചോദിച്ചിട്ടുണ്ട്, ഇതെന്താന്ന് ചോദിച്ചിരുന്നു. ഈ സിനിമയുടെ ഞാനിത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഡെഫിനിഷൻ പറഞ്ഞു തരുന്നുണ്ട്. കേസ് ഡയറി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഇതിന് ഡെഫിനിഷൻ്റെ ആവശ്യമില്ല. ഇല്ല, സിനിമയെ പറ്റി, ക്യാരക്ടറെ പറ്റി ഒന്നും ചോദിച്ചില്ല. ഞാൻ ട്രെയിലറൊക്കെ അയച്ചു കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം നല്ലത് പറഞ്ഞു. എന്ത് കഥാപാത്രം പോലീസാണ് ചെയ്യുന്നതെന്ന് അറിയാം, അദ്ദേഹത്തിന് അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യമല്ലേ, അത് ഒന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഞാൻ 2 കാലഘട്ടമായിട്ട് എടുത്തത് നമുക്ക് ചേഞ്ചസ് വേണമായിരുന്നു. എൻ്റെ ക്യാരക്ടറിന് പോലീസ് ലുക്ക് വേണമായിരുന്നു. ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ വേറൊരു കോളേജ് സെറ്റപ്പും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ആയിരുന്നു, ഒരു വേറെ കഥാപാത്രമായിരുന്നു. അപ്പോൾ ഇതിലേക്ക് വരാൻ വേണ്ടിയുള്ളൊരു താമസം, ബാക്കി ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ അവരും ഗെറ്റപ്പ് ചേഞ്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് നാൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ പോലീസിലേക്ക് എത്തിയത്. കാരണം ഈ പോലീസ് എന്ന് പറഞ്ഞ ക്രിസ്റ്റി സാം എന്ന കഥാപാത്രത്തിന് ആവശ്യമായിരുന്നു ഗെറ്റപ്പ് ചേഞ്ചും. അത് പിന്നെ അതുപോലെ ഗോകുൽ ജി ആണ് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന പോലീസ് ഓഫീസർ. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന, അദ്ദേഹം വഴിയാണ് ഞാൻ പല തലങ്ങളിലേക്ക് എത്തുന്നത്. പിന്നെ വിജയരാഘവൻ ചേട്ടൻ അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കഥാപാത്രത്തിനും ഹെൽപ്പ് ചെയ്തു, അല്ലാതെ എന്നെ അഭിനയ കാര്യത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പോലീസ് വെല്ലുവിളി സിനിമയിലല്ലേ, അപ്പം അതിൻ്റെതായ ഒരുപാട് കഷ്ടപ്പാടുകളും ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്യുമ്പോഴും ഒരുപാട് നമ്മളതിൻ്റെ ബോഡി, നമ്മുടെ ഡ്രസ്സിങ് സെൻസ്, ഡ്രസ് ഫിറ്റ് ആയിരിക്കണം. നമ്മൾ പോലീസ് ഓഫീസർ ആയിരിക്കും. പല ക്യാരക്ടറുകളും പോലീസ് ഓഫീസർ, വണ്ണമുള്ള പോലീസ് ഓഫീസർ ഉണ്ടാകും, ചിലപ്പോൾ സ്ലിം ആയിട്ടുള്ള പോലീസ് ഓഫീസർ ആയിരിക്കാം. ഇതിപ്പം ഈ പോലീസ് ഓഫീസറിൻ്റെ ഗെറ്റപ്പ് വേറെയാണ്. ഇതിൽ നല്ല കടുകട്ടി ഡയലോഗുണ്ട്. അത് ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ എനിക്ക് തന്ന ഒരു വലിയ സമ്മാനമാണ്. അത് എനിക്കത് ചെയ്യാൻ പറ്റിയ ആ ഒരു നല്ല വെല്ലുവിളിയായിരുന്നു, ഭയങ്കര വെല്ലുവിളിയായിരുന്നു. അതെനിക്ക് ചെയ്ത് വലിപ്പിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് സപ്പോർട്ട് ചെയ്ത പി സുകുമാർ സാറ്, ഡയറക്ടർ,
പിന്നെ ഒരു കൂടെ അഭിനയിച്ച അമീർ നിയാസ്, കിച്ചു ടെല്ലസ്, ഗോകുൽ. കാരണം ഞങ്ങൾ തമ്മിലുള്ള ഒരു സ്റ്റേഷൻ ഒരു പരിപാടിയുണ്ട്, ഒരു വലിയ കടുകട്ടി ഡയലോഗുള്ള ഒരു സംഭവം. പിന്നെ അതിൽ ക്ലൈമാക്സിലും ഉണ്ട് കടുകട്ടി ഡയലോഗ് റിയാസ് ഖാനിക്കായിട്ട്. ഡയലോഗിന് ഒരു കുറവും വരുത്താതെ AK സന്തോഷ് സാർ എല്ലാവർക്കും തന്നിട്ടുണ്ട്. ഇച്ചിരി കട്ടിയുള്ള ഡയലോഗ്സ് എനിക്ക് മാത്രമേ തന്നിട്ടുള്ളൂ, ബാക്കി എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഗോകുലിൻ്റെ പേര് തന്നെ ഒരു വ്യത്യാസമായ പേരാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ഗോകുൽ തന്നെ പറയും. അഷ്കറിനെ ഹെൽപ്പ് ചെയ്യുന്ന, കഥയുടെ ഒരു പ്രധാന സമയത്ത് അഷ്കറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോലീസുകാരൻ്റെ ക്യാരക്ടറാണ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് വ്ളാഡിമർ എന്നാണ്. ഇതിന് മുന്നേ സിനിമയിലൊന്നും ഞാൻ ആ പേര് കേട്ടിട്ടില്ല. ജീവിതത്തിൽ കേട്ടിട്ടുണ്ടെന്നല്ലാതെ സിനിമയിൽ അങ്ങനെ കേട്ടിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു രസം എന്ന് പറഞ്ഞാൽ, രസമല്ല, മറ്റു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ വ്ളാഡിമർ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥനെ, മേലുദ്യോഗസ്ഥനായ അഷ്കറിൻ്റെ ക്യാരക്ടർ വിളിക്കുന്നത് വ്ളാഡി എന്നാണ്. അപ്പോൾ എപ്പോഴും വ്ളാഡി എന്നാണ് വിളിക്കുന്നത്. അത് എല്ലാ ഇമോഷനിലും വ്ളാഡി എന്ന് വിളിക്കും. ഔദ്യോഗികപരമായിട്ട് വിളിക്കുമ്പോഴും വ്ളാഡി എന്ന് വിളിക്കും, അതുപോലെ സൗഹൃദപരമായിട്ടുള്ള എപ്പോഴും വ്ളാഡി എന്ന് വിളിക്കും, സ്നേഹത്തോടു കൂടിയും വ്ളാഡി എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പേര് എനിക്ക് ഈ സിനിമയിലുണ്ട്. അതിന് സന്തോഷ് ചേട്ടനോട് താങ്ക് യു. മമ്മൂക്കാൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, ദുൽഖറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് സല്യൂട്ടിൽ, പിന്നെ അഷ്കറിൻ്റെ കൂടെ അഭിനയിച്ചു. അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ മമ്മൂട്ടി എന്ന ആക്ടറിൻ്റെ മാനറിസം ഒന്നും ദുൽഖറിനില്ല, മമ്മൂട്ടി എന്ന ആക്ടറിൻ്റെ മാനറിസം ഒന്നുമില്ല. ബട്ട് ആസ് എ പേഴ്സൺ അല്ല, അഷ്കറിനില്ല. പക്ഷേ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ചില ഭാഗത്തൊക്കെ നോക്കുമ്പോൾ മമ്മൂക്കയെ പോലെ തോന്നും എന്നല്ലാതെ പെർഫോമൻസിലൊന്നും ആ പെർഫോമൻസിലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത് തോന്നിയിട്ടില്ല മാത്രമല്ല, അത് ഇദ്ദേഹം മനഃപൂർവ്വം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിനെ പോലെ തോന്നാത്ത രീതിയിൽ അദ്ദേഹം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറിയിലാണെങ്കിലും മാൻഡ്രസത്തിലാണെങ്കിലും എല്ലാത്തിലും അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് മമ്മൂട്ടി. അപ്പം ചില ഭാഗത്തുനിന്നൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഇരിക്കുമെന്നല്ലാതെ ആസ് ആൻ ആക്ടർ ഇവർ രണ്ടുപേരും രണ്ട് തരത്തിലാണ് അഭിനയിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞതിൽ നല്ല ആക്ഷൻ ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്. സസ്പെൻസ് പടമായതുകൊണ്ട് പറയുന്നത് എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന രേഖ ചേച്ചിയാണ് ഓട്ടോയിൽ. അതാ പറഞ്ഞത്, എനിക്കൊരു അമ്മയുണ്ട്, ഒരു അച്ഛനുണ്ട്. എൻ്റെ പേര് ക്രിസ്റ്റി സാം. അതാണ് വലിയ അമ്മയുണ്ട്, എൻ്റെ അപ്പച്ചനുണ്ട്. എനിക്ക് അപ്പച്ചനാണ് കൂട്ടായിട്ട്. അപ്പം അതാണ് സസ്പെൻസ് ഈ പോലീസ് ഓഫീസർ. ഇല്ല, അപ്പച്ചൻ അച്ഛനുണ്ട്, അപ്പച്ചനുണ്ട്, അമ്മച്ചയുണ്ട്. ശരി, നല്ല സസ്പെൻസ് ഉള്ള പടമാണ്. നമുക്ക് ത്രില്ല ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ഇതിപ്പോൾ എന്താണ് അങ്ങനെ നമ്മൾ ശരിക്കും ഇത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും അത്രയും ബുദ്ധിമുട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. സന്തോഷമായിട്ട് അത്രയും ഈ സ്ക്രിപ്റ്റ് നമുക്ക് ഓരോ മൈന്യൂട്ടായിട്ടും ഈ സിനിമേനെ സ്ക്രിപ്റ്റ് നമുക്ക് അതേപോലെ നമുക്ക് ഷൂട്ട് ചെയ്യാനും അതേപോലെ നല്ല രീതിയിലേക്ക് വന്നിട്ട് സാറായാലും നമുക്ക് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ എത്ര റിസ്ക് ഉണ്ട്. ഫൈറ്റ് സീനായാലും ഭയങ്കരമായിട്ടാണ് ഈ സിനിമയിൽ. അഞ്ച് ഫൈറ്റ് ഉണ്ട് അല്ലേ, 5 ഫൈറ്റ് ഉണ്ട് ഇതിൽ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ, ഗോകുൽ പറഞ്ഞ പോലെ, മമ്മൂക്ക സാറിൻ്റെ മുക്കയുടെ പോലെ സംസാരിച്ചു. പക്ഷെ ഞങ്ങൾ ഷോട്ട് വെക്കുമ്പോൾ ഒരു സീനിൽ അവിടെ നമ്മൾ വെക്കുമ്പോൾ ഞാൻ ഉള്ള കാര്യം പറയട്ടെ, ഞങ്ങൾ ഷോട്ട് വെക്കുമ്പോൾ സാറ് വെച്ച് നിൽക്കുമ്പോൾ ഒരു ജീപ്പിൽ പോകുന്ന സീനുണ്ട്. ഫൈറ്റ് കഴിഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് ജീപ്പിൽ പോകുമ്പോൾ ഒരു വൈറ്റ് ഷോട്ട് ഞങ്ങൾ വെക്കിയപ്പോൾ പെട്ടെന്ന് മമ്മൂക്ക പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞത്, ഇത് കറക്റ്റ് സൈഡിൽ നിന്ന് വയ്ക്കുമ്പോൾ മമ്മൂക്ക വണ്ടിയിൽ പോണ പോലെ നമുക്ക് ഫീൽ ചെയ്തു. അത് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഞങ്ങൾ ആ ഫ്രെയിം വെച്ചപ്പോൾ അത്രയും മനോഹരമായിട്ട് അത് ടച്ച് ചെയ്തു എനിക്ക്. സന്തോഷ്, ക്രൈം ഫയൽ, ജനാധിപത്യം പോലുള്ള അങ്ങനെയുള്ള കടുകട്ടി ഡയലോഗുകളൊക്കെയുള്ള ഒരുപാട് സിനിമകൾ ചെയ്തു. നമ്മളൊക്കെ അത് ആസ്വദിച്ചതാണ്. അപ്പം ഈ കേസ് ഡയറിയിൽ വരുമ്പം അഷ്കർക്ക ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അതുപോലെയുള്ള കടുകട്ടി ഡയലോഗുകൾ കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓഡിയൻസിന് ഇനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ, അതോ ഇത് നിലനിൽക്കണം, നമ്മളെ ഇനിയുള്ള തലമുറയും ഇങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ കേട്ട് ആസ്വദിച്ച്
മനസ്സിൽ തങ്ങി നിൽക്കണം എന്നുള്ള ആ ഒരു കാര്യത്തിന്റെ പുറത്താണ് അങ്ങനെയുള്ള ഡയലോഗുകൾ ഇതിൽ എഴുതി പിടിപ്പിച്ചത് കേസ് ഡയറിയിൽ. ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞു കൊടുക്കും. ഇവിടെ നമ്മളിവിടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ സസ്പെൻസ് കളയില്ലേ, അങ്ങനെയൊന്നുമില്ല. മൊമെന്ററി ആണ് സിനിമയിലെ സസ്പെൻസ്. ഇപ്പോൾ ഒരാളുടെ ആർട്ടിസ്റ്റിന്റെ പേര് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സീനിൽ എന്താ ചെയ്യാൻ പോകുന്നുണ്ടോ ഒന്നും ഒരു സസ്പെൻസ് ഒരു ചിത്രത്തിൻ്റെയും പൊളിയില്ല. വെള്ളിയാഴ്ച ഫസ്റ്റ് ഷോ തീരുമ്പോൾ എല്ലാം പൊളിയും. എന്നിട്ടും ആ സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്നതാണ് ആ സിനിമയുടെ വിജയം. CBI കുറിപ്പ്, യവനിക നിങ്ങൾക്കറിയാവുന്നതാണ്. എത്ര സൂപ്പർ ഡൂപ്പർ ഹിറ്റുകളാണ് യവനികയും CBI കുറിപ്പ്. CBIയിൽ ഓഫീസേഴ്സിനെ കാണിച്ചുകൊണ്ടിരുന്ന ഒരു പടമാണ് വർഷങ്ങളോളം. ഡെപ്യൂട്ടേഷനിൽ വരുന്ന CBIയിലേക്ക് വരുന്നവരെ കാണിച്ചുകൊണ്ടിരുന്ന പടം യവനിക. ഇന്നും ആരാണത് കൊന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ റിപ്പീറ്റ് ഓഡിയൻസ് ആയിരുന്നു. അപ്പം അത്തരം സസ്പെൻസുകൾ നമ്മൾ മീഡിയയിൽ നിന്ന് വിളിക്കുന്നതിലൊന്നും വലിയ അർത്ഥങ്ങളില്ല. അതുപോട്ടെ, ചോദ്യത്തിലേക്ക് വരാം. ആ ഒരു കാലഘട്ടത്തിൽ സുരേഷ് ഗോപി, മമ്മൂക്ക എന്നുള്ള ആ കാലഘട്ടങ്ങളിൽ നമ്മൾ പൊളിറ്റിക്കൽ സിനിമകൾ വളരെ കൂടുതലായിരുന്നു. അന്ന് പൊളിറ്റിക്സിൽ അങ്ങനെ കുറേ കണ്ടന്റുകൾ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പറയുന്നത്, 90s. അത് തുടങ്ങി വെച്ചപ്പോൾ അത് ഡെലിവറി റെൻഡർ ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകൾ, അതങ്ങനെ പറഞ്ഞാൽ അന്നത്തെ തലമുറ, 2 തലമുറകളുണ്ട്, കാണികളുള്ള തലമുറകൾ. അന്നത് കേട്ട് കൈയടിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കത് ഭയങ്കര ആവേശമായിരുന്നു. കാരണം അവർക്ക് അതുവരെ കേൾക്കാത്ത ഇംഗ്ലീഷ് വേർഡുകൾ, അതിൻ്റെ ഒരു പടക്കം ഇങ്ങനെ സ്ലോ ഫേസിൽ തുടങ്ങി. അത് നിങ്ങൾ ആ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ അറിയാം. വില്ലൻ നെഗറ്റീവ് ആരാണെങ്കിൽ ഹീറോയെ ഹ്യൂമിലേറ്റ് ചെയ്ത് ഹ്യൂമിലേഷൻ്റെ അങ്ങ് പീക്കിൽ കൊണ്ട് നിർത്തുന്നു. അയാളുടെ അച്ഛൻ്റെ, അയാളുടെ ജനനത്തിൻ്റെ, അയാളുടെ പെഡിഗ്രിയെ വരെ ചോദ്യം ചെയ്ത ശേഷം അവിടെ ജനങ്ങൾ പ്രതീക്ഷിക്കുക, അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പ്രതീക്ഷിക്കുന്നത് ഈ ഹീറോ, അത് സുരേഷ് ഗോപി ആവട്ടെ, മമ്മൂക്ക ആവട്ടെ, മോഹൻലാൽ ആവട്ടെ, എക്സോ, തിരിച്ച് മിസ്റ്റർ അല്ലെങ്കിൽ പന എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സ്ഥലത്ത് ക്ലാപ്പ് തുടങ്ങും. അവിടെ സുരേഷ് ഗോപിയൊക്കെ പറഞ്ഞ കേട്ട ഡയലോഗ് നോക്കിയിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഡിക്ഷണറി നോക്കിയ ആൾക്കാർ വരെയുണ്ട്. എന്തായിരുന്നു അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു തലമുറ മാറി. ഇപ്പോൾ ഉള്ളത് വളരെ യങ്സ്റ്റേഴ്സാണ്. ഇപ്പോൾ നമ്മുടെ നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ തന്നെ കൊച്ചു പയ്യന്മാരും ആണ് ഇരിക്കുന്നത് എല്ലാവരും. അപ്പോൾ അവർക്ക് അവർക്കൊരു ത്രില്ലിംഗ് ഒന്നുമല്ല. ഇതിൽ ഇപ്പോൾ ചോദിച്ച പോലെ അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമല്ല. ഇപ്പോൾ ഈ പറയുന്ന പോലെ അങ്ങനെ കടുകട്ടി ഡയലോഗ് ഇതിലില്ല കേട്ടോ. അതിൽ ഈ പറഞ്ഞ ചിലപ്പോൾ ഞങ്ങളുടെ പടങ്ങൾ ക്രൈം ഫയലിലോ അല്ലെങ്കിൽ ജനാധിപത്യത്തിലോ അല്ലെങ്കിൽ കമ്മീഷനിലോ ഒക്കെ നിങ്ങൾ കണ്ട അങ്ങനത്തെ ഡയലോഗുകളൊന്നും ഇതിലില്ല. ഇതിൽ ആ ഒരു സന്ദർഭത്തിനാവശ്യപ്പെടുന്ന ഈ വില്ലന്മാർ ചെയ്യുന്ന അവരോട് സംസാരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലും കൂടിയാണ് അതാ പറയുന്നത്. അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ആര് കയറി ലോ ആൻഡ് ഓർഡർ കയ്യിലെടുത്താലും ചിലപ്പോൾ 3rd ഡിഗ്രിയിലേക്ക് പോകാം, അതിൻ്റെ അപ്പുറം 4th ഡിഗ്രിയിലേക്കൊക്കെ പോകാം. നമ്മളവിടെ അതൊരു എപ്പോഴും വിൽക്കാവുന്ന ഒരു ഫോർമുലയാണ് അത്തരം കാര്യങ്ങൾ. അതേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് പടം കണ്ടാൽ മനസ്സിലാവും. അല്ലാതെ ത്രൂ ഔട്ട് മറ്റേ അങ്ങനത്തെ ഒരു ഡയലോഗ് ഇല്ല. ആവശ്യം വന്നപ്പോൾ അത് ഉപയോഗിച്ച് തന്നെ വളരെ മടിയോടെ കേട്ടോ അങ്ങനെ എഴുതിയത്. പിന്നെ വേറെ നിവൃത്തിയില്ല, അങ്ങനെ പ്രതികരിച്ചേ പറ്റൂ. അതുകൊണ്ടുകൂടിയാണ് അങ്ങനെ. പിന്നെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളിക്കുമ്പോൾ ഒരു ശാന്തശീലനും പ്രതികരിക്കാതിരിക്കില്ല. ആ സ്ഥലത്തെ ഈ ക്രിസ്റ്റി സാം പ്രതികരിച്ചിട്ടുള്ളൂ. ഇപ്പോഴും മലയാളികൾ അങ്ങനെയുള്ള വാക്കുകളും അതൊക്കെ ഓർത്തെടുക്കുന്ന ആ പഴയ സിനിമകളിൽ നിന്ന് ഇപ്പം അങ്ങനെയുള്ള സിനിമകൾ വരുന്നില്ല. ഇങ്ങനെയുള്ള ഡയലോഗുകൾ, കടുകട്ടിയുള്ള ഡയലോഗുകൾ മലയാളികൾക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ സുരേഷ് ഗോപിയുടെ ആണെങ്കിൽ ഈ അടുത്തിറങ്ങിയ സിനിമയിലാണ് നമ്മൾ പിന്നീടും അത് കൈയടിച്ചത്. ഈ അടുത്തിറങ്ങിയ സിനിമയിൽ അത് മാത്രമാണ് ഈ അടുത്ത് നമ്മൾ അങ്ങനെ ഒരു സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ സാറിനെ പോലുള്ള ഒരാൾക്ക് ഇനിയും അങ്ങനെ ഒരു ഓഡിയൻസിനെ കൊണ്ടുവരാൻ പറ്റില്ലേ? എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമുക്ക് ഓഡിയൻസിനെ കൈപിടിച്ച് എവിടേക്കും കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അവർ രാജാവാണ്, അവരാണ് നമ്മളെ ഡൊമിനേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളിവിടെ ഇരുന്ന് എന്ത് പറഞ്ഞ് 21-ാം തീയതി സിനിമ തിയേറ്ററിൽ കണ്ട് അയാൾ 250-300 രൂപ കൊടുത്ത സിനിമ കണ്ടിട്ട് നമ്മൾ 300 കോടി മുടക്കിയ പടത്തിന് പോലും അവർ വിലയിട്ട്. കാരണം അവർക്ക് അവരുടെ 300 രൂപ അല്ലെങ്കിൽ 150 രൂപയുടെ ടിക്കറ്റിൻ്റെ വിലയാണ് 2.5 മണിക്കൂറിൻ്റെ. അവിടെ അവർ രസിച്ചാൽ, അത് ഈ പറഞ്ഞ കാര്യത്തിൽ രസിച്ചാൽ നമ്മൾ വിജയിച്ചു, അല്ലെങ്കിൽ നമ്മൾ തോറ്റു. തിയേറ്റർ ഡോർ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മളൊക്കെ കണ്ട തെറി വിളിക്കും. നമ്മൾ എഴുതി വെച്ചതിനേക്കാളും വലിയ തെറി വിളിക്കും. വേറെ വല്ല പണിക്ക് പോയി കൂടുന്നു. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഓഡിയൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ടും അവരെ ഇതങ്ങോട്ട് തരും അതങ്ങോട്ട് കണ്ടോളണം എന്ന് പറയാൻ നടക്കില്ല. അവർ തന്നെയാണ് കിങ്.
അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ഇനി തിരിച്ചു കൊണ്ടുവരിക, അങ്ങനത്തെ ഡയലോഗുകൾ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നില്ല അത് ആസ്വദിക്കുന്നത്. വളരെ ചെറിയൊരു പെർസെൻ്റ് ആൾക്കാർ ആസ്വദിക്കുമായിരിക്കും. അല്ലെങ്കിൽ ആ സിനിമകൾ ടി വിയിൽ വരുമ്പോൾ വീടിൻ്റെ സ്വകാര്യതയിലിരുന്ന് വളരെ റിലാക്സ് ചെയ്ത് ഈ മൂഡിൽ ചിലപ്പോൾ ആ തലമുറ കണ്ടുപിടി. ഇപ്പോൾ അതല്ലാതെ ഒരു 20 വയസ്സിന് താഴെയുള്ള ഓഡിയനൊക്കെ ചിലപ്പോൾ അതിനെ കണ്ടിട്ട് ചിലപ്പോൾ അത് കോമഡി ആയിട്ട് എടുത്തുനിന്ന് വരും. ഇപ്പോൾ നിങ്ങൾക്കറിയുമെന്ന് അറിയില്ല, ടി രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറൊക്കെ ഒരു ഓൾ ആൻഡ് ഓൾ ആൾ തമിഴിലുണ്ടായിരുന്നു, ചിമ്പുൻ്റെ അച്ഛൻ. അദ്ദേഹം അന്നത്തെ കാലത്ത് ഇങ്ങനെ റൈമിക് ഡയലോഗുകളും ഭയങ്കരമായിട്ട് പറഞ്ഞു തരും. അന്ന് അതൊക്കെ കൈയടിച്ച് ഓടിയ പടങ്ങളാണ്. ഇന്ന് ഞാൻ എനിക്ക് അനുഭവിച്ചു പറഞ്ഞാണ്, ചെന്നൈയിലെ ഡ്രൈവിൻ തിയേറ്ററിൽ കോളേജ് കുട്ടികൾ വന്നിട്ട് ഇതിട്ടിട്ട് സ്ക്രീനിലിട്ടിട്ട് കോമഡിക്ക് വേണ്ടിയാണ്, ചിരിക്കാൻ വേണ്ടിയാണ് കാണുന്നത്. ഭയങ്കര സങ്കടം തോന്നുന്നത് അവസ്ഥയാണ് നമ്മൾ ആ ഒരു ഏജിലുള്ളവർക്ക്. സത്യൻ സാറിൻ്റെ കോമഡി കാണിക്കില്ലേ, അത് സരസ്വതി ഇതൊക്കെ കൈയൊക്കെ ഇങ്ങനെ വെച്ച് അദ്ദേഹം അങ്ങനെയാണോ സംസാരിച്ചത്. അപ്പോൾ ഒരു കാലഘട്ടം വരുമ്പോൾ ഇതെല്ലാം കോമഡിയിലേക്ക് പോകും, തലമുറകൾ മാറി വരും. അപ്പം അത് തിരിച്ച് വീണ്ടും നമ്മളത് കൊണ്ടുവരണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് അതിൽ താല്പര്യമില്ല. അന്നന്ന് എന്താണ് കൊടുക്കേണ്ടത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്നത് കയ്യിൽ എഴുതിയിട്ട് നമുക്ക് മാക്സിമം കൊടുക്കാൻ അപ്ഡേറ്റ് ആവാൻ ശ്രമിക്കുക എന്നുള്ളതുള്ളൂ. ആ ഒരു പ്രത്യേക ജോണറിനോട് എനിക്കങ്ങനെ ഒരു വ്യക്തിപരമായ താല്പര്യം ഇല്ല. ഇല്ല കോവില് ഈ കഥയോ അങ്ങനെ പടങ്ങൾ ഇപ്പോൾ ക്രൈം ഫയൽ, ഞങ്ങളുടെ ക്രൈം ഫയൽ അഭയക്കൊല കേസായിരുന്നു. CBI ഡയറക്ടർ അറിയാമല്ലോ, നമ്മുടെ ഇവിടെ പോളക്കുളം. അങ്ങനെ സെൻസിറ്റീവായ ഒരു കഥ, ഒരു മേർഡർ നടക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്കത് എഴുതാനും പറ്റുന്നില്ല. അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കാനും പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു കൊലപാതകം നടക്കണമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. പിന്നെന്താണെന്നറിയോ, ഇപ്പോൾ മീഡിയ, പണ്ട് നമുക്ക് മെയിൻ ചാനൽസാണ് ന്യൂസ് വന്നിരുന്നത്, പ്രിന്റ് മീഡിയ ആണ് ന്യൂസ് വന്നിരുന്നത്. ഇന്ന് ഒരുപാട് നമ്മുടെ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഒരു മർഡർ ചെയ്യാൻ പോകുന്നവനെ വരെ ഫോളോ ചെയ്ത് അവൻ്റെ മർഡർ ഷൂട്ട് ചെയ്തിട്ട് ലൈവ് റീലിടുന്ന ഒരു കാലഘട്ടത്തിൽ ത്രില്ലില്ലാണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമുക്കന്ന് ഏത് പാർട്ടിയിലാണെങ്കിലും നമുക്ക് സിനിമയിൽ കാണിക്കാവുന്ന കറപ്ഷൻസ് ഉണ്ടായിരുന്നു. അത് ചെയ്യാം, പോലീസിലെ കറപ്ഷൻ അതിൽ നമുക്ക് പറയാം. ഇന്നിപ്പോൾ എന്താ ഞാൻ ചോദിക്കട്ടെ, പോലീസിന് ആർക്കന്ന് ഈ യുവാവിന് പേടിയുണ്ടോ? എനിക്ക് പേടിയുണ്ടാവും, ഞങ്ങളുടെ പേജിലുള്ളവർക്ക് പേടിയുണ്ടാവും. അത് കൊച്ചു പിള്ളേർ പോലീസിനോട് തർക്കിച്ച് നിൽക്കണ കാണുമ്പോൾ നമുക്ക് ഭയമാണ്. കൊണ്ടുപോടും വീഡിയോ എടുത്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ പോലീസിന് അങ്ങോട്ട്, പക്ഷെ അന്ന് ആ പോലീസിനെ നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ പോലും നമ്മൾ തെറി വിളിക്കില്ലായിരുന്നു ഭയം കാരണം. ഇന്ന് പിള്ളേർ ചോദ്യം ചെയ്യുന്നുണ്ട് പോലീസിനെ. സീറ്റ് ബെൽറ്റ് ഇടാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ക്വസ്റ്റ്യൻ ചെയ്ത് വണ്ടി കൊണ്ടുവന്ന് വെച്ച് ബ്ലോക്ക് ചെയ്ത് അയാളെ കൊണ്ട് സീറ്റ് ബെൽറ്റ് ഇടിയിപ്പിച്ച് പോയൊരു കാഴ്ച ഞാൻ കണ്ടു. ചിന്തിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്. അത് സ്ക്രീനിൽ ചെയ്യുമ്പോൾ കൈയടിക്കും ഹീറോ. നമുക്ക് ചെയ്യാൻ ആഗ്രഹമില്ല, ഭയം കൊണ്ട് മുട്ടിടിച്ചിട്ട് നമ്മൾ ഓടിപ്പോകുന്ന സ്ഥലത്ത് ഇന്നതില്ല. ഇന്ന് പോലീസിൻ്റെ ഒരു പരിധി വിട്ടൊന്നും ആർക്കും ഭയമില്ലാണ്ടായി. അപ്പോൾ അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു സെൻസേഷണലായ ഒരു കൊലപാതകത്തെ കിട്ടുക എന്ന് പറയുന്നത് സിനിമാറ്റിക്കും കൂടി ആവണം. അത് ഒരുവരിക്കും ഇപ്പം നമ്മൾ പല കേസുകളും സീരിയൽ കില്ലിങ് വരുന്നത്, സീരിയൽ കില്ലിങ്ങിൻ്റെ ഒരു പ്രളയമാണല്ലോ ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു ഏത് ലാംഗ്വേജിലും. അപ്പോൾ അതിനും ഒരു നമുക്കൊരു സ്കോപ്പ് കാണുന്നില്ല. സ്കോപ്പ് കണ്ടാൽ ചെയ്യാം. ഇതങ്ങനെയല്ല കേട്ടോ, ഇത് ഫിക്ഷനിലാണ്, റിയൽ സംഭവമല്ല. ലൊക്കേഷനും കൂടി പറഞ്ഞേക്ക്. നമുക്ക് മെയിനായിട്ട് പൊന്നാനി, കോവളം, ഒറ്റപ്പാലം സ്ഥലത്ത് ഉണ്ടായിട്ടുള്ളൂ. അതാണ് അല്ല എന്നാ മെയിനായിട്ട് ഒറ്റപ്പാലം, പൊന്നാനി, ഗോവ, കോവളം, പിന്നെ ശ്രീരംഗം തമിഴ്നാട്ടിൽ. ഇവിടങ്ങളാണ് മെയിൻ ഷൂട്ടുണ്ട്. ഇതില് നായകനാണോ അതോ വില്ലനാണോ അതോ എന്താണ് കഥാപാത്രം? എങ്ങനെയാണ്? ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സിനിമ പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കേസ് ഡയറി വേറിട്ട് നിൽക്കുന്നത്? എന്തായാലും പോലീസ് അല്ല, ഇതില് വില്ലൻ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണ്. ഈ സിനിമയ്ക്ക് ആവശ്യമായ ഒരു ഘട്ടത്തിൽ വരുന്നതും ഇവരുടെ ഇടയിലേക്ക് സംഭവിക്കുന്ന ഒരു കേടാണ് ഞാൻ ഈ പടത്തിൽ. ഞാനും പുള്ളിയും ഒരുമിച്ചാണ്. നെഗറ്റീവ് ഷെയ്ഡാണ് ഞങ്ങൾ രണ്ടുപേരും. നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രം ചെയ്യാനാണോ കൂടുതൽ ഇഷ്ടം? അഭിനയിക്കാൻ ഇഷ്ടം. അപ്പോൾ ഏത് കിട്ടിയാലും നമുക്ക് രസമല്ലേ. ഡയറക്ടർ തന്നെ അല്ലെങ്കിൽ അവർ തരുന്നത് നമ്മൾ ചെയ്യുന്നു, അത്ര തന്നെ. അതെ.
എൻ്റെ ആണോ? ആ ഉണ്ട്, പടങ്ങളുണ്ട്. ഇപ്പം ഈ പൊങ്കാല അല്ലാണ്ട് വേറെ 1-2 പടങ്ങൾ അടുത്ത് റിലീസാകാൻ വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ എബ്രിഡ് ഷൈൻ ചേട്ടൻ്റെ ഒരു പടമുണ്ട്, പിന്നെ തമിഴ് വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്, അതുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവിടെ വന്ന എല്ലാ മാധ്യമവർക്കും ഞങ്ങളുടെ വക, ഈ ടീമിൻ്റെ വക നന്ദി ഞങ്ങൾ പറയുന്നു. അപ്പം എല്ലാവർക്കും ഒരു കോടി നന്ദി പറഞ്ഞു. ഇവിടെ സഹകരിച്ച മാധ്യമവർഗത്തിന് എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ നിങ്ങളെല്ലാവരും, സോറി ഞാൻ പറയാൻ മറന്നു, നിങ്ങളെല്ലാവരും തിയേറ്ററിലേക്ക് വരണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ശരിക്കും എൻ്റെ ഫസ്റ്റ് പടമാണ്. അപ്പോൾ ഇത്രയും നിങ്ങളെല്ലാവരും കേട്ടു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ലൊരു സിനിമയാണ്. അപ്പം നിങ്ങൾ വന്ന് തിയേറ്ററിൽ വന്നിട്ട് പടം കാണും ചെയ്യണം. അവിടെ വന്നിട്ട് റിവ്യൂ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ തരണം. ഞങ്ങളെല്ലാവരും അഷ്കറിനെ എല്ലാവരും കൂടി ഞങ്ങളെ ഇവിടെ തന്നെ ഒന്ന് കരകയറ്റി തരണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് പറഞ്ഞാൽ മതി, അതിൽ പൊട്ടിനെങ്കിൽ അത് പറയണ്ട. അപ്പം എല്ലാവരും കൂടി നല്ല റിപ്പോർട്ട് നമുക്ക് തരാം. എന്താ പറയുള്ളൂ, ചിലർ നമ്മൾ ചില കുറ്റങ്ങൾ പറയുമ്പോൾ ചിലർ ഇട്ടുപോകും. അയ്യോ ഇത് അതൊന്നും പറയണ്ട, നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ നല്ല റിവ്യൂ കൊടുക്കുക. അപ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് വിനീതമായിട്ട് ഒന്നുകൂടി ഞാൻ നന്ദി പറയും. എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഞങ്ങളുടെ ഒരിക്കൽ കൂടി നന്ദി. ഒരുപാട് താങ്ക്സ് നിങ്ങളുടെ ഇത്ര സമയം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി വന്നതിനും. അപ്പോൾ പ്രേക്ഷകരായ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചിത്രം കാണുക 21-ാം തീയതി. താങ്ക് യു.